ഇതൊക്കെ ഒരു മാതിരി അന്ധവിശ്വാസങ്ങളാണെന്ന് എനിക്ക് തോന്നുള്ളൂ. ക്ലോസ് വരുമ്പോൾ എനിക്ക് പേടിയാണ്. ഓക്കെ അന്ധവിശ്വാസങ്ങളായിട്ട് തോന്നിയിട്ടുള്ളൂ. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകൾ പേടിപ്പിക്കുക, ഭയം ഉണ്ടാക്കുക, ഇതൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പർപ്പസ്. ശരിക്കും മനുഷ്യരെ പേടിക്കേണ്ടത്. ആനിമൽസിനെ പോലും അങ്ങോട്ട് നിന്ന് ഉപദ്രവിക്കുമ്പോഴാണ് നമുക്ക് ഇഷ്യൂസ് വരുന്നത്. എൻ്റെ ഒരു അങ്ങനെയാണ് പെർസ്പെക്റ്റീവിൽ പറയാൻ പറ്റുക. അല്ലാതെ ഇതൊക്കെ ഒരു മാതിരി കൈൻഡ് ഓഫ് നമുക്ക് ഒരു പേടി ഉണ്ടെങ്കിൽ അതെങ്ങനെ മേക്ക് ചെയ്യാം, കൂടുതലാക്കാം, അതാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. ആക്ച്വലി ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ല, ഇപ്പൊ ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നപ്പോ അതിനകത്തൊരു യക്ഷിയെ കണ്ട് പേടിച്ചിട്ടാണ് ഈ വണ്ടി ഇടിച്ചതെന്നൊക്കെ ഉള്ള രീതിയിലാണ് പറയുന്നത്. പണ്ടൊക്കെയാണ് ഈ യക്ഷി നമ്മൾ കഥ കേട്ടേക്കുന്ന അനുസരിച്ച് രാത്രിയിലൊക്കെ ഇറങ്ങി സാരിയെ കൊടുത്ത് ഇങ്ങനെ വന്നിട്ട് പാട്ടൊക്കെ പാടി ഓരോരുത്തരെ കൊണ്ടുപോയി രക്തം കുടിച്ചു കൊല്ലുന്നു. അതിന്റെ ഒരു ന്യൂജൻ വേർഷനാണെന്ന് തോന്നുന്നു ആക്സിഡന്റ് പെടുത്തുക. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതുകൂടാതെ വീഡിയോ ഒക്കെ വന്നു ടെക്നോളജി ഡെവലപ്പ് ആര് ഏത് ഏഷ്യ വീഡിയോ എടുത്തിടുന്നു. ഈ വണ്ടി ഇടിച്ചവര് മരിച്ചുപോയി, പിന്നെ ഇവിടെ ആരാണ്ട് കണ്ടെന്ന് പറയുന്നു, പിന്നെ ഒരു കമ്പനിയിലുണ്ടെന്ന് പറയുന്നു. ഇതുപോലത്തെ കുറച്ച് CCTVയുടെ വല്ല ആൾക്കാരായിരിക്കും അങ്ങനെയല്ലാതെ എനിക്ക് തോന്നുന്നില്ല. ആത്മാവുള്ളതായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ആത്മാവുണ്ടോ? ഇല്ല, ഞാനിപ്പോ ഇരിപ്പിലുള്ളൂന്ന് തോന്നുന്നു. ആത്മാവുണ്ടെന്ന് പറഞ്ഞാലും പ്രശ്നമാവും. കാരണം നമുക്ക് ആത്മാവുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രേതത്തെയൊക്കെ പേടിക്കേണ്ടി വരും. വേറൊരു ആത്മാവാണല്ലോ ഈ കറക്കി നടക്കുന്നത്. പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ ഈ ഇരിക്കുന്നതിൽ തട്ടിപ്പോയി കഴിഞ്ഞാൽ നാളെ ഞാൻ ഇതുവഴി അലങ്ങിടുന്നോ എന്നൊക്കെ തോന്നുന്നു. എനിക്ക് അങ്ങനെ വിശ്വാസമൊന്നും ഇല്ല. ഞാൻ ജസ്റ്റ് ഇത് ചോദിക്കുവാണ്. എല്ലാം ഇങ്ങനെ ആൾക്കാരെന്താ പറയുന്നത്, ചിലർക്ക് വിശ്വാസം. നമുക്ക് വേണമെങ്കിൽ ചിലർക്ക് എന്താ പറയാ എന്തെങ്കിലുമൊക്കെ ട്രോമാസ് ഉണ്ടാവും. ആ ഒരു രീതിയിൽ പിടിക്കുന്ന കാര്യങ്ങളായിരിക്കും. കാരണം ഉറങ്ങാതിരുന്നാൽ ഒരു 2-3 ദിവസം ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ചിന്തകൾ വേറെയാണല്ലോ. പിന്നെ അതും അല്ലെങ്കിൽ വേറെ വല്ല സാധനങ്ങളെല്ലാം അടിച്ചു കയറ്റി ഇപ്പൊ ഇവിടെ സുലഭമായോണ്ട് അതും പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഇത് കാണാൻ വഴിയുള്ളൂ, അല്ലാതെ വേറെ സാധ്യത അല്ല. അങ്ങനെ ആത്മാവിനെ പേടിച്ച് അങ്ങനെ നടക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ല. കാരണം രാത്രി പോട്ടെ, പട്ടാപ്പകലും നടക്കുമ്പോൾ മനുഷ്യരെ പേടിയുണ്ട്. സീരിയസ്ലി ആളുകളുടെ നോട്ടം കാണുമ്പോൾ പേടിക്കേണ്ടതുണ്ട്. അല്ലാതെ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ആരും ജീവിക്കില്ലല്ലോ. എല്ലാ ആത്മാക്കളും വന്ന് കൊല്ലൂലേ. സോംബീസ് ഒന്നും അല്ലല്ലോ. അതെ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ആത്മാക്കളല്ല ആൾക്കാരുണ്ട്. വേറെന്താ ഇതൊക്കെ വിശ്വസിക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പ് ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കത്തില്ല, അല്ല ന്യൂ ജനറേഷൻ്റെ ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഓരോ പഠിച്ചതും അറിഞ്ഞതും ജീവിത സാഹചര്യം ഒക്കെ വെച്ചിട്ടായിരിക്കും അല്ലേ. ആയിരിക്കാം, സ്വാഭാവികമായിട്ട്. ചിലപ്പോൾ ചിലരിപ്പോഴും അന്ധമായിട്ടുള്ള കുറെ വിശ്വാസങ്ങൾ വിടാതെ നിൽക്കുന്നവരുണ്ട്. അതൊക്കെ തെറ്റാണെന്ന് കുറെയൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതൊരു വിശ്വാസമാണ്. ഇപ്പൊ രാത്രിയിൽ എൻ്റെ വീട്ടിലൊക്കെ പണ്ട് പറയായിരുന്നു, അതായത് നഖം വെട്ടരുത്, ചൂളം അടിക്കരുത്. രാത്രി ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പൊട്ടിയ കണ്ണാടി നോക്കരുത്, ലൈഫ് പോകും. ഇതൊക്കെ ചുമ്മാ രാത്രി നഖം വെട്ടരുത്. കാരണം പണ്ടൊക്കെ ഈ നഖം വെട്ടാൻ വെളിച്ചം ഇല്ലാഞ്ഞോണ്ടേ അതുകൊണ്ടൊക്കെ ആയിരിക്കും കഴിച്ചിട്ട് കുളിക്കരുത്. കുളിക്കുന്ന പണ്ട് കുളത്തിലേക്ക് ഇറങ്ങി കുളിക്കുന്നത്, അന്ന് നീന്തണ്ടേക്ക് വരും. ഇപ്പോഴാണ് ഷവറിനടി എന്ന് കുളിക്കുന്നവർക്ക് അതൊന്നും വലിയ വിഷയമൊന്നുമല്ല. അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. അപ്പൊ ശരി, താങ്ക് യു.